സേനാപതി വേണു, ഈ TVK എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വരവ് തന്നെ DMKക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന രീതിയിലായിരുന്നു. DMKയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ടായിരുന്നു വിജയ് ഇത്തരത്തിൽ ഈ ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നതും അങ്ങനെ വലിയ ശക്തി പ്രകടനം തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തുന്നതും. സ്വാഭാവികമായും നിങ്ങളുടെ ഒരു സഖ്യകക്ഷിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഗൂഢാലോചനയൊക്കെ തുറന്നു പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സാഹചര്യ തെളിവുകൾ എല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ഗൂഢ ഉദ്ദേശം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ദുരന്തത്തിന് വേണ്ടി DMK കാത്തിരുന്നത് പോലെയുള്ള ചില സംഭവഗതികൾ അതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇപ്പോൾ കേണൽ S. ഡിന്നി സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട് പോകാനും കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു സംശയം ഇക്കാര്യത്തിൽ തോന്നുന്നുണ്ടോ കോൺഗ്രസിന്? അല്ല, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തമിഴക രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രം ഇങ്ങനെ തന്നെയാണ്. അത് DMKയിൽ നിന്ന് MGR വേർപെട്ട് അദ്ദേഹം അണ്ണാ DMKയുമായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം ട്രെയിനിലായിരുന്നു അന്നത്തെ യാത്രകൾ. അപ്പോൾ ഇത് ഒരു തമിഴ് രാഷ്ട്രീയത്തിന്റെ, ഒരു ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന്റെ ഒരു 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 സംസ്കാരം ഇതാണ്. ഈ റാലികൾ നടത്തുക, റാലികളിൽ ആളുകൾ കൂടുക എന്നുള്ളത്. ഇപ്പൊ ഇവിടെ സുഭാഷ് ബാബു സാർ പറഞ്ഞതും ഡിന്നി സാർ പറഞ്ഞതിനെയും ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു താരാരാധനയിൽ ആളുകൾ എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പര്യാപ്തമായ മുൻകരുതലുകൾ, കാരണം അതിന്റെ പ്രീസിഡന്റ് ഉണ്ട്. തൊട്ട് മുമ്പ് നാമക്കലിൽ 1,00,000 ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ 1,00,000 ആളുകൾ പങ്കെടുത്തുവെങ്കിൽ കുറച്ചുകൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ലക്ഷം കൂടുകയല്ലാതെ കുറയുകയില്ല എന്നുള്ളത് പോലീസ് മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് പോലീസ് എന്താ പറഞ്ഞ നാമക്കലിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആ പുതിയതായി വരുന്ന ആളുകളുടെ ആ വാഹന വ്യൂഹങ്ങളെ അതെങ്കിലും തടഞ്ഞു നിർത്തേണ്ടത് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഇപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചനയോ മറ്റൊരു കാര്യം ഉണ്ടോ എന്ന് ഇപ്പൊ തെളിവുകളില്ല. കാരണം ഈ എന്താ പറഞ്ഞ കരൂരിനെ സംബന്ധിച്ചിടത്തോളം TVK കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ 10,000 പ്രവർത്തകർ കേഡർമാർ മാത്രമാണ് സ്വീകരണ പരിപാടിയിൽ എത്തിച്ചേരുകയുള്ളൂ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പോലീസ് അത് 20,000, 25,000, 50,000 ആയിട്ടല്ല 1,00,000 ആയിട്ട് തന്നെ കണക്കാക്കേണ്ടതായിരുന്നു. ആ കണക്കാക്കലിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ടാകാം. അതല്ലാതെ മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാനുള്ള സാധ്യത ഇപ്പോൾ ഞാൻ കാണുന്നില്ല. മറിച്ച് നമുക്കറിയാം, തമിഴകത്തിന്റെ ഈ രാഷ്ട്രീയ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ സിനിമാ താരങ്ങളും എന്താ പറഞ്ഞ ഇങ്ങനെ ഒരു എൻട്രിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ MGR വിജയിച്ചു, MGRന്റെ തണൽ പറ്റി ജയലളിത വിജയിച്ചു. ബാക്കി ഒരാൾക്കും അങ്ങനെ കാര്യമായ വിജയം ഉണ്ടാക്കാൻ പറ്റിയില്ല. ശിവാജി ഗണേശനാണ് കോൺഗ്രസിന്റെ സഹയാത്രികനായിട്ട് നിന്ന് അദ്ദേഹം MPയോ അല്ലെങ്കിൽ MLA ഒക്കെ ആകാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ബാക്കി ഒരുപാട് പേര് ഈ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. വിജയകാന്ത് നടത്തി നോക്കി, ശരത് കുമാർ നടത്തി നോക്കി, ഏറ്റവും പ്രധാനമായിട്ട് രജനീകാന്ത്. 95-ൽ രജനീകാന്ത് തമിഴകത്തൊരു ഭരണമാറ്റം ഉണ്ടായില്ല എങ്കിൽ ഇനി തമിഴ്നാടിന് രക്ഷപ്പെടാൻ പോലും കഴിയില്ല എന്ന രീതിയിൽ അദ്ദേഹം ഇതാ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന രീതിയിൽ വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രജനീകാന്ത് വന്നു. പക്ഷേ അദ്ദേഹവും പിന്നോട്ട് പോവുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോ വിജയകാന്ത് ക്യാപ്റ്റൻ പ്രഭാകറായിട്ട് അഭിനയിച്ചിട്ടുള്ള ആള് വിജയകാന്ത് വന്നു. വിജയകാന്തിന് ശേഷം മക്കൾ തീയ മയ്യും എന്ന് പറഞ്ഞ് കമലഹാസൻ വന്നു. അവസാനം വിജയകാന്തിന് 10 സീറ്റ്, കമലഹാസൻ അതുപോലും കിട്ടാത്ത സ്ഥിതിവിശേഷം വന്ന് അദ്ദേഹം ഇപ്പോൾ MP ആയി DMKയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ തമിഴ്നാടിന്റെ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ സിനിമാ താരങ്ങളും അവരുടെ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഒരു കടന്നുവരവിന് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ MGRനും ജയലളിതയ്ക്കും അപ്പുറത്തേക്ക് അത് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ പുതിയൊരു സാഹചര്യത്തിൽ ഇളയ ദളപതി ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നു. പക്ഷേ ആ ശ്രമത്തെ മുളയിലെ തന്നെ നുള്ളുക എന്നുള്ളത് DMKയെ സംബന്ധിച്ച് അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയാണ്. പക്ഷേ ആ പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് വേണ്ടി അവര് ഇങ്ങനെ ഒരു ദുരന്തത്തെയോ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യത്തെ കൂട്ടുപിടിക്കുമെന്ന് ഇപ്പം നമ്മുടെ പക്ഷത്ത് തെളിവില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന്റെ ശൈശവ ദിശയെ പിന്നിടാത്ത ഒരു പാർട്ടി അത് സംഘടിപ്പിച്ച ആ പരിപാടിയിലെ സംഘാടകത്വത്തിലുള്ള അതിന്റെ ഒരു പരാജയം. ഇപ്പൊ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അവരുടെ ഒരു ജില്ലാ സെക്രട്ടറി മതിയഴകൻ, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പുസി ആനന്ദൻ, പിന്നെ A3 ആയിട്ടൊരു നിർമ്മൽ കുമാർ, 4 ആളുകളുടെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത്. ഇവിടെ കൗതുകകരമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, DMK ഗവൺമെന്റ് എത്ര എന്താ പറഞ്ഞ പൊളിറ്റിക്കലായിട്ട് ഇതിനെ, കാരണം ആദ്യത്തെ പ്രതിയായിട്ട് വരേണ്ട ആൾ സ്വാഭാവികമായിട്ടും വിജയാണല്ലോ. പക്ഷെ ഇപ്പോഴത്തെ തമിഴ്നാടിന്റെ ഒരു സാഹചര്യത്തിൽ വിജയെ കേസിൽ പ്രതിയാക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് വളരെ കണ്ണിങ്ങായി രാഷ്ട്രീയം അറിയാവുന്ന
സ്റ്റാലിൻ അറിയാം. അതുകൊണ്ട് 4 പേര് പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ അല്ലെ പ്രതികളാക്കപ്പെട്ടവരോ പ്രാദേശിക നേതാക്കളോ അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകരോ മാത്രമാണ്. ആ നിലയിലേക്ക് പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് അവിടെയും എന്താ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ആയിട്ട് തന്നെ 10 ലക്ഷം രൂപ മരിച്ചവർക്കും 1 ലക്ഷം രൂപ പരിക്കേറ്റവർക്കും സഹായം, വിജയെ 20 ലക്ഷം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. ഇനി ഇവിടെ അങ്ങ് ചോദിച്ച പോലെ വിജയുടെ ഒരു പൊളിറ്റിക്സ് ഈ ഘട്ടത്തിൽ എന്നെ പോലെ ഇപ്പൊ തമിഴ്നാടിന്റെ രാഷ്ട്രീയം വളരെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു, DMK പോലെ ഇത്ര പവർഫുൾ ആയി. കാരണം ഇനി ഇവരുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തും അതുപോലെ തന്നെ പാർട്ടിയുടെ അടിത്തറയുമാണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത് 17-18 വയസ്സുള്ള കുറെ ചെറുപ്പക്കാർ, നമ്മൾ രസികർ മണ്ഡലം എന്ന് തമിഴിൽ പറയും, മലയാളത്തിൽ ഫാൻസ് അസോസിയേഷൻ. ഈ ഫാൻസ് അസോസിയേഷൻകാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ബേസിക്കായി താഴെ വാർഡ് തലം മുതൽ മണ്ഡലം തലം മുതൽ മുകളിലേക്ക് പ്രവർത്തിച്ചു വരുന്ന കേഡർമാർ, ആ കേഡർമാർ അതിശക്തമായിട്ട് നിൽക്കുന്ന DMKയുടെ മുമ്പിൽ ഈ 3, 4, 5, 6 മാസം തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഘട്ടത്തിൽ ഇനി അദ്ദേഹത്തിന് ഒരു മൂവ്മെന്റ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ പറഞ്ഞേ, അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ദുരന്തം, അത് വിജയ് എന്ന നടന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്നേക്കുമായി തടഞ്ഞു എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിലുള്ള അദ്ദേഹത്തിന്റെ മോഹത്തിന് അത് വലിയ തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു ടാക്ടിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജയലളിതയെ അറസ്റ്റ് ചെയ്യുന്ന തമിഴ്നാട്, കരുണാനിധിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന തമിഴ്നാട്, രാഷ്ട്രീയ വിരോധത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യാം, പക്ഷെ അവരത് വളരെ ടാക്ടിക്കലായിട്ടേ ചെയ്യുള്ളൂ. അടുത്ത ഒരു ഘട്ടം വരുമ്പോഴേക്കും അടുത്ത ആഴ്ചയല്ലേ 2-3 ദിവസം ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവിടെ സുഭാഷ് ബാബു സാറിന് അറിയാം, ഇദ്ദേഹവും കേസിൽ പ്രതിയായിട്ട് വരും. പിന്നീട് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി തമിഴക രാഷ്ട്രീയം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്.